ലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപ ചെയ്തു. और जैसे बच्ची ने कहा, बेटी ने कहा, कुछ दिनों का हमें पहचान है तो भी बड़ा एक आत्मिक एक रिश्ते में हमें आने के लिए प्रभु ने सहायता किया। ഇന്ന് പകൽക്കാലം എനിക്ക് ശാരീരികമായിട്ട് വളരെ സുഖമില്ലാത്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പനിയാണോ പനിയല്ല, ജലദോഷമാണോ ജലദോഷമല്ല, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സ്നീസിങ് തുമ്മിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം. ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ഏകദേശം ഒരു 2 ആഴ്ചയായി തുടങ്ങിയിട്ട് എങ്കിലും ഇന്ന് 2-3 ദിവസം കൊണ്ട് എനിക്ക് ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ അത് എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഈ ശുശ്രൂഷയുടെ സമയത്തില് ദൈവം എന്നെ തന്റെ നിയന്ത്രണത്തിന് കീഴിൽ വെക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. और जैसे यहाँ पर बताया, मैं करीब 2 सप्ताह से जो है सर्दी के कारण, हालेलुया, और कंटिन्यूस स्नीजिंग के कारण जो है शारीरिक तकलीफ में हूँ। और पिछले 2 दिन से हालेलुया मेरा स्थिति जो है बहुत खराब हो गया है, लेकिन परमेश्वर मुझे आज के दिन सामर्थ्य देगा, वचन में बात करने के लिए सहायता करेगा करके मैं पूर्ण विश्वास करती हूँ। കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യം. आज शाम के समय में प्रभु हमारे साथ है करके ये हमारे लिए सबसे बड़ी ताकत है। ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ഉപവാസത്തിന്റെ ഈ 1-ാം ദിവസം 2-ാം സെക്ഷനിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഉപവാസത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങൾ. ये उपवास प्रार्थना के पहले दिन में परमेश्वर की उपस्थिति हमारे बीच में मंडरा रही है करके चिन्हों के द्वारा परमेश्वर हमें दिखा रहे हैं। ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ചില ജാതികൾ ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. और परमेश्वर ने हमें सिखाया है कि उपवास और प्रार्थना के बिना कुछ जाति जो है निकल के नहीं जाती है। ആമേൻ. അത് ഇന്ന് ഈ 1-ാം ദിവസം തന്നെ ചില പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഉപവാസം സ്വർഗം അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. हालेलुया। आज शाम के समय में उपवास के पहले दिन में यदि दुष्टात्मा की शक्ति हमारे कदमों तले आकर गिरा है, इसका मतलब उपवास, हमारा प्रार्थना परमेश्वर ने स्वीकार किया करके है। ആമേൻ. നമുക്ക് ഗദരദേശത്തെ ആ മനുഷ്യനെ നമുക്കറിയാം. അവൻ കർത്താവിന്റെ പാദത്തിൽ വന്ന് വീണു. കർത്താവെ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ പാദത്തിൽ വന്ന് വീണെങ്കിൽ അവനൊരു വിടുതൽ കർത്താവിൽ നിന്ന് ഉണ്ടായിരുന്നു. और हम देखते हैं कि गरसियोनियों के देश में दुष्टात्मा से पीड़ित एक व्यक्ति यीशु मसीह के कदमों में आकर कहता है, हे परम प्रधान के पुत्र, तुझे मुझसे क्या करके। यदि वो दुष्टात्मा से पीड़ित व्यक्ति यीशु प्रभु के कदमों में, चरणों में आना है, इसका मतलब ये है कि उसका छुटकारा का समय आया था। നമ്മൾ ഐകമത്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചികന്റെ സകല തന്ത്രങ്ങളും അവന്റെ സകലവിധമായ പ്രവർത്തികളും തീർച്ചയായിട്ടും നമ്മുടെ കൺമുൻപിൽ അഴിഞ്ഞു മാറുകയും ജനം വിടുവിക്കപ്പെടുകയും ചെയ്യുക തന്നെ ചെയ്യും. अगर हम एक मन होकर, एक चित्त होकर परमेश्वर के सम्मुख प्रार्थना में रहते हैं तो एक बड़ा छुटकारा होगा और हम अपनी आंखों से वो देख भी पाएंगे। നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ എന്തു ചെയ്യുകയാണ്? ഇസ്രായേൽ മക്കളല്ല, അവിടെ ജനം നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷം അവിടെ ബാബേൽ ഗോപുരം പണിയുവാനായി അവിടെ വന്ന് നിൽക്കുകയാണ്. അവർ പണിത് ആകാശത്തോളം എത്താറായപ്പോൾ ദൈവം മുകളിൽ നിന്ന് കണ്ടിട്ട് പറയാണ്, നമുക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടൊരു സാക്ഷ്യം അവിടെ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ജനമൊന്ന്, ഭാഷയൊന്ന്, അവർ നിരൂപിക്കുന്നതൊക്കെയും സാധിക്കും. और हम देखते हैं कि उत्पत्ति का किताब 11 अध्याय में कुछ लोग मिलकर एक बड़ा टावर जो है बना रहे, बाबेल का टावर जो बनाते वक्त वहां पर परमेश्वर जो है एक बात, एक शब्द वहां पर कहता है कि उनके विषय में, ये जो बना रहे उसे देखने के लिए उतर के आकर परमेश्वर कहता है कि लोग एक है और उनकी भाषाएं एक है, इसलिए वो जो कुछ भी करेंगे वो सफल होगा। ആമേൻ. അപ്പം ദൈവം മനുഷ്യനെ കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷിയാണ്, നമ്മൾ ഒന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ ആ കാര്യത്തിന്റെ മേൽ ഒരു നിവർത്തീകരണമുണ്ട്.
और परमेश्वर ने खुद गवाही दी है अपने मुंह से कि यदि लोग एक होते तो वो जो कुछ भी करना चाहते हैं वो कार्य में पूर्णता होगा, वो पूरा कर पाएंगे। ആയതിനാൽ ഇന്ന് പൽകാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഐകമത്യത്തോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയത്തിന്റെ മേലും, ഏതൊരു പൈശാചിക മണ്ഡലത്തിന്റെ മേലും ജയമെടുക്കുവാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നാം ഒന്നായി നിൽക്കണം. നമുക്ക് ഒരേ ഭാഷയുണ്ടായിരിക്കണം. और कोई भी दुष्टात्मा सेना के ऊपर, हालेलुया, हमें अगर जीत पाना, इस उपवास प्रार्थना में ये समझना है कि हमारा भाषा एक होना है, मतलब हम सब मिलकर एक होना है। ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആയതിനാൽ ഇന്ന് പകൽകാലം ഈ ഉപവാസത്തിൽ ദൈവം വൻ വിടുതലുകളെ ദേശത്തിന്റെ മധ്യത്തിൽ അയക്കട്ടെ, സഭയുടെ മധ്യത്തിൽ അയക്കട്ടെ. അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും അതിന്റെ ബന്ധന കെട്ടുകളിൽ നിന്നും സ്വർഗം വിടുവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ തുടർന്ന് ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടുക തന്നെ ചെയ്യും. हालेलुया। इसलिए इस रात के समय जो है हम एक साथ मिलकर परमेश्वर के सम्मुख बैठते वक्त परिवार में छुटकारा होने तो, व्यक्तिगत जीवन में छुटकारा होने तो, बंधने टूटने पाए और परमेश्वर के उपस्थिति के द्वारा जो है कुछ बनाए जाएंगे। ഇന്ന് ഈ രണ്ടാമത്തെ സെക്ഷനിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. आज दूसरा उपवास प्रार्थना के दूसरा सेशन में हम परमेश्वर के हाथों में अपने आप को समर्पण करें। കർത്താവിന് ചെയ്യുവാൻ ചിലതുണ്ട്. परमेश्वर हमसे कुछ करवाना चाहता है। ആമേൻ. നമ്മളെ ഈ 2025 ഈ അവസാന ദിവസങ്ങളിൽ നാം ഉപവാസത്തോടായിരിക്കുമ്പോൾ നമ്മളെ ചിലത് നമ്മുടെ കരങ്ങളിൽ തന്നിട്ട് നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിച്ചിട്ട് ഒരു പുതിയ വർഷത്തിലേക്ക്, ഒരു പുതിയ ആത്മതലത്തിലേക്ക് കയറ്റുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. और 2025 के ये साल समाप्त होने के वक्त में परमेश्वर हमारे हाथों में कुछ देना चाहता है, कुछ हमारे द्वारा करवाना चाहता है। उसके पश्चात जो है नए साल में हमें प्रवेश करवाएंगे। ഈ വൈകിയ വേളയിൽ നമുക്ക് അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. शाम के वक्त वचन के मनन के लिए हम भजन संहिता 5वां अध्याय में आएंगे। ആമേൻ. അതിന്റെ 1-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരേണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. यहाँ पर हमने पढ़ा हुआ भजन संहिता 5 अध्याय, उसका पहला से लेके 3रा वचन है। भजन संहिता उसका 5वां अध्याय, पहला से 3रा वचन। हे यहोवा, मेरे वचनों पर कान लगा, मेरे कराने की ओर ध्यान लगा। हे मेरे राजा, हे मेरे परमेश्वर, मेरी दोहाई पर ध्यान दे, क्योंकि मैं तुझी से प्रार्थना करता हूँ। हे यहोवा, भोर को मेरी वाणी तुझे सुनाई देंगी और मैं भोर को प्रार्थना करके तेरी बाट जोहूंगा। ആമേൻ. ഇവിടെ ദാവീദ് പറയാണ്, ദാവീദിന്റെ ജീവിതം നമുക്കറിയാം. കഷ്ടതകളുടെ മധ്യത്തിൽ കൂടി ശത്രുക്കൾ വിരട്ടുന്നതിന് അവൻ ഓടി ഓടി നടന്ന അവന്റെ ജീവിത തലത്തെ നമുക്കറിയാം. അവൻ രാജാവായി വാഴുന്ന സമയത്തും അവനെതിരായി വന്ന സകലത്തെയും സ്തോത്ര, സകല ശത്രുക്കളുടെ മധ്യത്തിലും ദൈവത്തെ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു അനുഭവമാണ് ദാവീദ് രാജാവിനുള്ളത്. और हम दाऊद राजा के विषय में जानते हैं कि उसको जो है बहुत सारे शत्रु थे और वो उनके पीछा करते थे। राजा का पीछा करने वाले बहुत सारे शत्रुएं थे। और हम देखते हैं कि वचन के द्वारा दाऊद राजा का भरोसा यहोवा परमेश्वर पर था। അവിടെയൊക്കെയും ദാവീദ് ദൈവത്തെയാണ് ആശ്രയിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവത്തെ ധ്യാനിക്കുകയും ദൈവത്തോട് തന്നെ പ്രാർത്ഥന കരേറ്റുകയും ചെയ്ത് ജയത്തോടെ മുന്നോട്ട് പോയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. और हम देखते हैं कि जहां कहीं भी शत्रु राजा का पीछा किया, दाऊद राजा के पीछे हो लिया, दाऊद राजा परमेश्वर से सलाह लेता है, प्रभु पर आश्रय करता है, परमेश्वर से प्रार्थना करता है, वचन मनन करता है और उसके द्वारा जो है उन्होंने कई विषयों पर जय प्राप्त किया। ഇവിടെ പറയുകയാണ്, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ
ദൈവസന്നിധിയിൽ ചിലതിനു വേണ്ടി കാത്തിരിക്കുകയാണ്, ചിലതിനു വേണ്ടി ഞരങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഞരങ്ങുന്ന ഒരു അനുഭവത്തെയാണ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഞാൻ ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ തന്നെ, ദൈവത്തിന്റെ വായിൽ നിന്ന് എനിക്ക് എന്താണ് ഒരു മറുപടി തരുന്നതെന്ന് ശ്രദ്ധിച്ച് അതിൽ തന്നെ ഏകാഗ്രമായിരിക്കുന്ന ഒരു അനുഭവത്തെയാണ് ഹല്ലേലൂയ അവിടെ ദാവീദ് പറയുന്നത്, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. और हम देखते हैं यहाँ पर वचन में दाऊद कहता है कि मैं मनन कर रहा हूँ। हालेलुया। वो मनन करना मतलब कुछ इंतजार करना, परमेश्वर के द्वारा कुछ मिलने के लिए, कुछ पाने के लिए जो है वो ध्यान करते हुए बैठा है। वहां पर लिखा है कि मेरा वचनों पर कान लगा मेरे कहराने की ओर, मतलब वो कहरा रहा है, रो रहा है परमेश्वर के सम्मुख, और बड़े ध्यान के साथ, फोकस के साथ परमेश्वर की उपस्थिति में बैठा है कि इस विषय में परमेश्वर के द्वारा मुझे क्या जवाब मिलेगा। കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ചിലതിനൊന്നും മറുപടി കിട്ടാതെ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞരങ്ങി ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ വീണ്ടും പറയുകയാണ്, എന്റെ സങ്കടയാചന കേൾക്കണമേ. ഹല്ലേലൂയ തനിക്ക് അപ്പോഴും ചില സങ്കടങ്ങൾ നിറഞ്ഞ ഒരു അനുഭവം കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദാവീദിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. वो कई समय से, दाऊद राजा जो है कई समय से जो है परमेश्वर से कुछ विषयों के लिए प्रार्थना कर रहा है, और उनके पास ऐसे कई विषय जिनका जवाब उन्हें अभी तक नहीं मिला है। वो बाट जो रहे, और बाट जोते रहते वक्त हालेलुया उनके पास जो है हालेलुया आंसुए है, और वचन कहता है कि वो दोहाई दे रहा है, परमेश्वर से दोहाई देते हुए प्रभु से प्रार्थना कर रहा है, मनन कर रहा है। അമ്മേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിവിടെ കണ്ടു ധ്യാനം ചെയ്യുന്ന ദാവീദ്, സങ്കടയാചനകളെ ദൈവത്തോട് പറയുന്ന ദാവീദ്, പ്രാർത്ഥനകളെ കഴിക്കുന്ന ദാവീദ്. എന്നാൽ അവിടെ ഒരു ഹല്ലേലൂയ സ്തോത്ര കാര്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ ഇതെല്ലാം കഴിക്കുന്നതിന് മുൻപേ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. और यहाँ पर हम वचन में देखते हैं कि दाऊद जो है हालेलुया वचन में जो है मनन कर रहा है, परमेश्वर के सम्मुख मनन कर रहा है, मेडिटेट कर रहा है। उसके बाद हम देखते हैं कि वो परमेश्वर के पास दोहाई दे रहा है, प्रार्थना कर रहा है। उसके साथ ही वहां पर ये सब करते वक्त वचन कहता है कि दाऊद राजा भोर को जो है तैयार होकर परमेश्वर से सुनने के लिए आ रहा है। അമ്മേ, ഹല്ലേലൂയ. അവിടെ നിനക്കായി ഞാൻ ഒരുക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന ചെയ്യുന്നതിന് മുൻപേ ദാവീദ് ചിലത് ഒരുക്കി ഹല്ലേലൂയ ഒരുക്കത്തിലേക്ക്, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. നമ്മൾ എത്ര പേരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ ദൈവത്തോട് അപേക്ഷിക്കുന്നവരാണ്. പക്ഷേ ഒരു ഒരുക്കത്തോടെ ഹല്ലേലൂയ ഈ ഒരു ഒരുക്കത്തോടെ ദൈവത്തിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അത് ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ആ ഒരു തലത്തിലേക്ക് നാം ഒരുങ്ങി വരേണ്ടത് ആവശ്യമാണ്. और दाऊद कहता है कि जब वो मनन कर रहा है, दुहाई दे रहा है, प्रार्थना कर रहा है और कहरा रहा है, उस सभी के साथ, उस सभी के बीच में वो तैयार भी हो रहा है, भोर को परमेश्वर के सम्मुख से कुछ सुनने के लिए अपने आप को तैयार कर रहा है। मुझे सुनने वाले आपसे मैं ये कह रहा हूं, हम में से कितने लोग हालेलुया ऐसे तैयारी करते हैं? हालेलुया ये एक स्वभाव, ये एक अनुभव हमारे जीवन में है क्या? एक तैयारी के साथ हालेलुया हम परमेश्वर के सम्मुख बैठना कि वो क्या कहने वाले सुनने के लिए हालेलुया तैयारी हम रहते हैं या नहीं? ആമേൻ, ഹല്ലേലൂയ സ്തോത്രം. ഒരുക്കത്തിനകത്ത് ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത് ഒന്ന്, അവിടെ പറയാണ് എന്റെ രാജാവും ദൈവവുമായുള്ളവൻ. തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു രാജാതി രാജാവായ ഒരു ദൈവമാണ്. അവൻ ഇറങ്ങി വന്ന് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമെങ്കിൽ എന്റെ ഭവനം ഒന്ന് ഒരുക്കപ്പെട്ടിരിക്കണം, എന്റെ ജീവിതം ഒന്ന് ഒരുക്കപ്പെട്ടിരിക്കണം. ഞാൻ വിശുദ്ധിയുള്ളിടത്തിൽ മാത്രമേ എന്റെ ദേവാദി ദൈവം ഇറങ്ങി വരികയുള്ളൂ. ആയതുകൊണ്ട് എന്റെ ഭവനം, എന്റെ ജീവിതം ഒന്ന് ഒരുക്കത്തിലാക്കിയെങ്കിൽ മാത്രമേ മറുപടി തരുന്നവനാകിയ എന്റെ രാജാതി രാജാവ് എന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഒന്ന് ഇറങ്ങി വരികയുള്ളൂ. അതിനുവേണ്ടി ദാവീദ് ഒരു ഒരുക്കം കാണിക്കുകയാണ് അവിടെ. हम देखते हैं कि दाऊद राजा कहता है कि हे मेरे राजा,
हे मेरे परमेश्वर, मतलब वो जिससे प्रार्थना कर रहा है वो एक साधारण व्यक्ति नहीं है, वो राजा है, वो परमेश्वर है। इसलिए हालेलुया उस परमेश्वर के सामने आते वक्त उन्हें अप्रोच करने से पहले हमारे जीवन में, हमारे परिवार में, हमारे हालेलुया व्यक्तिगत जीवन में जो है एक तैयारी होना चाहिए, पवित्रताई होना चाहिए, क्योंकि पवित्रताई के बिना परमेश्वर जो है हालेलुया कुछ नहीं करता। परमेश्वर पवित्र है, इसलिए हमारे प्रार्थना के कमरे में, कोठरी में हमें प्रार्थना का जवाब चाहिए, तो हम इन सभी विषयों में जो एक तैयारी के अनुभव में आना है। അവിടെ കർത്താവ് നമുക്ക് ദാവീദിന്റെ ആ ഒരുക്കത്തിനകത്ത് പ്രധാനമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണെന്നറിയാമോ? താൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോടുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. ഞാൻ ഒരുക്കി കാത്തിരിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അവൻ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വരും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്നുള്ള ആഴമേറിയ ഒരു വിശ്വാസമാണ് ദാവീദിന്റെ ആ ഒരുക്കത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. और जब दाऊद राजा कहता है कि मैं भोर को तैयार होकर आपके सम्मुख आऊंगा, तो उस तैयारी में जो एक विश्वास को हम देख सकते हैं। दाऊद राजा के जीवन में एक विश्वास है कि जब मैं तैयार होगा तब परमेश्वर जो है मेरे लिए उतर आएगा, जब मैं तैयार होगा मेरे प्रार्थना की कोठरी में परमेश्वर उतर आएंगे। ആമേൻ. ഇന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നീ ഒന്ന് ഒരുക്കി, ഹല്ലേലൂയ, ചിലതിനെയൊക്കെ നീ ഒരുക്കി നിന്റെ ജീവിതത്തെ നീ ക്രമീകരിച്ച് ഈ ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സഭയായിരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഇറങ്ങി വന്ന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് നിങ്ങളെ ഈ പ്രാർത്ഥനയും ഉപവാസവും ക്രമീകരിച്ച് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുക്കത്തിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം, വിടുതൽ തരുന്ന ഒരു ദൈവം നിങ്ങളുടെ വിഷയത്തിന്റെ മേല്, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ നെടുവീർപ്പിടുന്ന വിഷയത്തിന്റെ മേല്, നിങ്ങൾ ഞരങ്ങുന്ന വിഷയത്തിന്റെ മേല്, നിങ്ങൾ സങ്കടങ്ങളെ ബോധിപ്പിച്ച് കരയുന്ന വിഷയങ്ങളുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് നിന്റെ വിഷയങ്ങൾക്കകത്ത് ഇറങ്ങി വന്ന് നിനക്ക് പൂർണ്ണമായ ഒരു വിടുതൽ തരുവാൻ ഹല്ലേലൂയ സ്തോത്രവൻ ഇറങ്ങി വരുമെന്നുള്ള ആ പരിപൂർണമായ വിശ്വാസമാണ് നിന്നെ ജയത്തിലേക്ക് നടത്തുന്നത്. हालेलुया। आज रात के समय परमेश्वर की आत्मा में यही कह रही है कि हालेलुया, यदि हम तैयारी के साथ अपने जीवन में, हमारे हालेलुया परिवार में, हमारे उपवास और प्रार्थना में यदि हम तैयारी के साथ ये भरोसा करते हैं कि परमेश्वर हालेलुया जब मैं तैयार होकर प्रभु के सम्मुख आएगा तो मेरी प्रार्थना, मेरा कहराना हालेलुया और मेरे दोहाई देने के विषय में परमेश्वर एक छुटकारा देगा। यदि तुम विश्वास करते हो तो ये उपवास प्रार्थना हमारे लिए एक विजय बनेगा। ആമേൻ. അവൻ ഹല്ലേലൂയ ഒരുക്കത്തിന്റെ അകത്ത് അവൻ തന്റെ ദൈവത്തോടുള്ള വിശ്വാസത്തെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ അവൻ തന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണ്. തന്റെ ഹല്ലേലൂയ ഹൃദയത്തെ, തന്റെ ജീവിതത്തെ ഒക്കെയും ഒന്ന് ഹല്ലേലൂയ ശോധന ചെയ്യുകയാണ്. ഹല്ലേലൂയ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതി അവസാനിക്കുമ്പോൾ കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ ശോധന ചെയ്യുവീൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? हालेलुया। दावीद राजा जो है हालेलुया परमेश्वर के सम्मुख दोहराते, कहराते, प्रार्थना करते वक्त, मनन करते वक्त हालेलुया उनका विश्वास को प्रकट करते हैं। उनकी तैयारी उनका विश्वास को दर्शाता है, साथ ही ये भी बताता है कि वो अपने हृदय को, अपने मन को जो है परख रहा है, अपने जीवन को परख रहा है। और पौलुस ने हालेलुया 2 कोरिन्थी का पत्री में 13 अध्याय उसका 5वां वचन में इस समान लिखा है कि अपने आप को परखो कि विश्वास में हो कि नहीं, अपने आप को जांचो, क्या तुम अपने विषय में ये नहीं जानते कि यीशु मसीह तुम में है, नहीं तो तुम जांच में निकम्मे निकले हो। हालेलुया, हम अपने आप को आज रात के समय परखे कि हम में विश्वास है या नहीं।
ആമേൻ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. ഉപവാസ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദാവീദിന്റെ ജീവിതത്തിൽ കൂടി ഈ രാത്രിയിൽ പറയുവാനുള്ളത്, ഒന്ന്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ഈ വിഷയത്തിന് എനിക്ക് വിടുതൽ കിട്ടുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ആണോ നീ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുന്നത്? അതോ എന്തെങ്കിലും സംശയം നിന്റെ ഹൃദയത്തിലുണ്ടോ? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ഇരുമനസ്സുള്ളവൻ ഒന്നും പ്രാപിക്കുന്നില്ല. ദൈവത്തിന്റെ കയ്യിലിരുന്ന് സംശയിക്കാതെ ചോദിച്ചാൽ അതിന് പൂർണ്ണമായി മറുപടി തരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഒന്നാമത് നിന്റെ വിശ്വാസത്തെ നീ സങ്കടയാചനയ്ക്ക് വേണ്ടി ഇരിക്കുന്നതിന് മുൻപേ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നതിന് മുൻപേ നീ ഒന്ന് നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കണം. രണ്ടാമത് നിന്നെ തന്നെ ഒന്ന് പരീക്ഷിക്കണം. हालेलुया। यहाँ पर हालेलुया दाऊद राजा के जीवन के द्वारा परमेश्वर की आत्मा हमें सबसे पहले ये बताती है कि जरा परखो अपने आप को। हालेलुया हम जिस विषय के लिए परमेश्वर के सम्मुख उपवास और प्रार्थना में हालेलुया दोहाई दे रहे, कहरा रहे, हालेलुया मनन कर रहे, उस विषय में मुझे जवाब मिलेगा, ये विश्वास हम करते हैं या नहीं। यदि हम विश्वास नहीं करते हैं तो याकूब की पत्री में एक वचन लिखा है कि दो मन जिसे है वो परमेश्वर से कुछ भी प्राप्त नहीं कर पाएगा। हालेलुया सबसे पहले हमें विश्वास करना है। हम प्रार्थना करने वाले विषय में परमेश्वर चंगाई देगा, जवाब देगा। दूसरा, अपने जीवन को परखना है हमें। ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പരീക്ഷിക്കുമ്പോൾ, നിങ്ങളെ തന്നെ ശോധിക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസത്തിനോ നിങ്ങളുടെ ജീവിതത്തിനോ മറ്റൊരു കേടുപാടും ഇല്ല എങ്കിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട്. और वहां पर वचन कहता है कि यदि जब अपने आप को परखते वक्त तुम्हारे विश्वास में, तुम्हारे जीवन में कोई हानि नहीं है, मतलब यीशु मसीह जो है तुम में है, तुम निकम्मे नहीं हो। ആമേൻ. അത് തന്നെയാണ് ഇവിടെ ദാവീദ് രാജാവൻ ചെയ്യുന്നത്. അവൻ ഒരുക്കി കാത്തിരിക്കുമ്പോൾ അവൻ ചിലത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ്. ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെയും അവൻ തിരിച്ചറിഞ്ഞിട്ട് തന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലോട്ട് തന്നെ ഒരുക്കുകയാണ്. ഒരുക്കിയിട്ട് അവൻ തന്റെ പ്രാർത്ഥന മുറിക്കകത്ത് മുഴങ്ങ പടിയിടുകയാണ്. എന്തിനു വേണ്ടി? കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്നും മറുപടി ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടി ഒരു ധ്യാനം, ഇന്നുള്ള സങ്കടങ്ങൾക്ക് വേണ്ടി ഒരു യാചന. ഹല്ലേലൂയ തന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കരയറ്റുവാൻ തക്കവണ്ണം തന്നെ ഒരുക്കുന്നതായിട്ട് ദൈവസന്നിധി നമുക്ക് ഇവിടെ ഈ വചനത്തിൽ കൂടി കാണുവാൻ സാധിക്കുന്നു. और हम वापस आएंगे भजन संहिता 5वां अध्याय में, वहां पर लिख रहे हैं दाऊद राजा जो है अपने आप को परख रहा है उसके विश्वास को, और वो ये देख रहा है क्या मुझ में ऐसी कोई चीज है जो परमेश्वर पसंद नहीं करता है, क्या विषय जो प्रभु पसंद करता है और क्या पसंद नहीं करता है, और जो परमेश्वर को पसंद नहीं है उसे हालेलुया दूर करने के लिए, उसे अपने जीवन से अलग करने के लिए अपने जीवन को तैयार कर परमेश्वर के सम्मुख हालेलुया वो घुटने टेक रहा है। वो जिस विषय में कहरा रहा है, दोहाई दे रहा है, कई समय से जवाब नहीं मिला, उसमें एक जवाब मिलने के लिए अपने आप को तैयार करने वाला एक दाऊद को हम देखते हैं। ആമേ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ താൻ ഒരുക്കി തന്നെ കാത്തിരിക്കുമ്പോൾ താൻ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തിന് ദുഷ്ടത ഇഷ്ടമല്ല. ദോഷപരമായ കാര്യങ്ങൾ, ദുഷ്ടഹൃദയം, ദുഷ്ടത പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല എന്നും, അഹങ്കാരികളെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നും, നീതികേട് പ്രവർത്തിക്കുന്നവരെ അവൻ ഹല്ലേലൂയ ഇഷ്ടപ്പെടുന്നില്ല എന്നും, പോഷ്കു പറയുന്നവരെ, കള്ളം പറയുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നും, രക്തപാതകവും ചതിവുമുള്ളവനെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നും ഹല്ലേലൂയ ദാവീദ് ദൈവത്തെ കുറിച്ച് നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കി. और जब दाऊद राजा अपने आप को परख कर परमेश्वर के सम्मुख ध्यान करने के लिए बैठा, तो उसे ये पता चला कि परमेश्वर को जो है दुष्टता पसंद नहीं। दुष्ट कार्य करने वाले लोग, दुष्ट काम करने वाले, दुष्ट हृदय रखने वाले, अहंकारी लोग, घमंडी लोग, परमेश्वर वो ऐसे लोगों को परमेश्वर पसंद नहीं करता। और क्या प्रभु पसंद नहीं करता? अन्याय करने वालों को वो पसंद नहीं करता, झूठ बोलने वालों को परमेश्वर उन्हें पसंद नहीं करता, धोखा देने वाले उन्हें पसंद नहीं है।
ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ താൻ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തന്റെ ഹൃദയത്തെ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, തന്റെ ജീവിതത്തിൽ ഒരു ദുഷ്ടതയില്ലാതെ വണ്ണം, തന്റെ ജീവിതത്തിൽ ഒരു അഹങ്കാരമോ നികളമോ ഇല്ലാതെ വണ്ണം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സത്യം മാത്രം പറയുന്നവനായി, രക്തവാദവും ചതിവും ഇല്ലാത്തവനായി തന്റെ ജീവിതത്തെ ഒന്ന് ഒരുക്കുവാനായിട്ട് ഹല്ലേലൂയ ദാവീദ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. और जब दाऊद राजा को पता चला कि परमेश्वर को क्या पसंद नहीं है, तो अपने आप में वो बदलावट करने लगा। वो अपने हृदय को परखने लगा, जांचने लगा, क्या उसमें कुछ दुष्टता है, कुछ दोष है। अपने जीवन को वो परखने लगा और देखने लगा कहीं कहाँ झूठ तो नहीं है। यदि झूठ है तो उसे बदल कर सच्चाई में जो है, सच्चाई में जीने के लिए वो अपने आप को जो है तैयार करने लगा। എന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ അവൻ മനസ്സിലാക്കുകയാണ്. എന്താണ്? അതിന്റെ 7-ാം വചനത്തിൽ പറയുകയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് ദൈവത്തിലുള്ള ഭക്തിയോടെ ആരാധിക്കുക. ഇന്ന് രാത്രിയുടെ യാമത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസത്തോടായിരിക്കുന്ന ദൈവജനമേ, ദൈവസഭയെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണ്? ദൈവത്തിലുള്ള ഭക്തിയോടെ നീ ആരാധിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതൊക്കെയും നമ്മളെ തന്നെ ഒന്ന് ചോദിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിയിട്ട് ഈ പ്രാർത്ഥന, ഹല്ലേലൂയ, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ദൈവം സ്വർഗം ഇറങ്ങി വന്ന് മറുപടി തരത്തൊക്കെ വേണം. നമ്മുടെ ജീവിതം കർത്താവിങ്കലുള്ള ഭക്തിയോടെ ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. और यहाँ पर दाऊद एक बात जानता है कि परमेश्वर को क्या पसंद है। भजन संहिता 5 अध्याय का 7वां वचन में दाऊद पहचान लेता है कि परमेश्वर को क्या पसंद है। परंतु मैं तो तेरी अपार करुणा के कारण तेरे भवन में आऊंगा, मैं तेरे भय मानकर तेरे पवित्र मंदिर की ओर दंडवत करूंगा। हालेलुया। दाऊद को पता चला कि परमेश्वर के भवन में आकर उसे दंडवत करने वाले उसके भक्तों को परमेश्वर पसंद करता है। हालेलुया। और दाऊद ये जानकर जो है अपने जीवन को, अपने हृदय को, हमारे मन को तैयार कर जो परमेश्वर को नहीं भावता है उससे अलग होकर परमेश्वर को भावता हुआ भक्ति का जीवन जीने के लिए अपने आप को तैयार करता है। ഹല്ലേലൂയ. മറ്റൊരു കാര്യം അവിടെ ദാവീദ് കണ്ടുപിടിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് തന്നെ ഒരുക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, 9-ാം വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവ് കൊണ്ടവർ മധുരവാക്ക് പറയുന്നു. ഹല്ലേലൂയ. തനിക്ക് എതിരെ നിൽക്കുന്ന ശത്രുക്കളെ കണ്ടവൻ മനസ്സിലാക്കുകയാണ്, നാവിൽ, ഹല്ലേലൂയ, വിശുദ്ധിയില്ലാത്ത ജനം, ഹല്ലേലൂയ, നാവ് കൊണ്ട് തൊണ്ട തുറന്ന ശവക്കുഴി, ഹല്ലേലൂയ, ശവക്കുഴിയിലുള്ള നാറ്റം പോലെ തങ്ങളുടെ ഹൃദയത്തിനകത്ത് നാറ്റം ഹല്ലേലൂയ വമിപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, മധുരവാക്ക് പറയുന്ന ചില ജനങ്ങൾ ഇന്ന് രാത്രിയുടെ യാമത്തിൽ നമ്മളെ ചുറ്റിയിരിക്കുന്നവരെ നാം വിവേചിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരുമ്പോൾ, ഇന്ന് രാത്രി നമ്മളെയും നാം ഒന്ന് ക്രമീകരിക്കുവാൻ, ഹല്ലേലൂയ, നമുക്ക്, ഹല്ലേലൂയ, തൊണ്ടയിൽ ശവക്കുഴി പോലെ നാറ്റമുള്ളത് വെച്ചിട്ട്, ഹല്ലേലൂയ, മധുരവാക്ക് പറയുന്നവരായിട്ടല്ല, നമ്മൾ നമ്മുടെ നാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അധരങ്ങളോടുകൂടി ദൈവത്തിങ്കലുള്ള ഭക്തിയോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ സ്വർഗം ഇറങ്ങി വരിക തന്നെ ചെയ്യും. हालेलुया। दाऊद एक और बात हालेलुया जानता है, पहचानता है परमेश्वर के विषय में। यहाँ पर 9वां वचन, 5 अध्याय का 9वां वचन में यहाँ पर लिखा है कि क्योंकि उनके मुंह में कोई सच्चाई नहीं, उनके मन में नीरी दुष्टता है, उनका गला खुली हुई कब्र है, वे अपनी जीभ से चिकनी चुपड़ी बातें करते हैं। दाऊद को पता चला कि उसके शत्रु, उसके इर्द गिर्द जितने लोग हैं, वो मुंह से भले हालेलुया अच्छी अच्छी बातें, चिकनी चुपड़ी हालेलुया बातें करते हैं, हालेलुया मधुर बातें मुंह से करते हैं, लेकिन उनका हृदय जो है हालेलुया दुर्गंध से भरा हुआ कब्र के समान है। परमेश्वर की आत्मा आज रात के समय हमें कहती है कि अपने आजू बाजू लोगों को, हमारे सराउंडिंग को जो है परखो, देखो कि विवेक करो, उन्हें हालेलुया जानो, समझो कि वो हालेलुया मुंह से केवल अच्छा बात करने वाले और गला जो है, हृदय जो है वो
हालेलुया वहां पर दुष्टता रहने वाला, हालेलुया कब्र के समान दुर्गंध वाला, हालेलुया लोग हमारे इर्द गिर्द है क्या, वो कहते वक्त हम अपने आप को भी परखे कि हमारे जुबान से निकलने वाला बात कैसा, हमारा हृदय कैसा है, हालेलुया कब्र के समान है या नहीं। हालेलुया अपने आप को ये वचन के द्वारा परखो। നമുക്ക് ഹല്ലേലൂയ ഈ ഒരു അധ്യായത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതും ഉപവാസത്തിലായിരിക്കുന്ന ദൈവജനത്തോടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളതും, ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, ഹല്ലേലൂയ നിന്റെ സങ്കടയാചനകൾക്ക് മറുപടി ഉണ്ട്, ഹല്ലേലൂയ നിന്റെ ഞരക്കത്തിന് മറുപടി ഉണ്ട്. പക്ഷേ നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് ഹിതമാമണ്ണം അവന്റെ ഭക്തി, അവങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കുവാനും, ഹല്ലേലൂയ 11-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ അവനെ ശരണം പ്രാപിച്ചുകൊണ്ട് അവനിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ യാബേസിനെ അനുഗ്രഹിച്ച ദൈവം, ഹല്ലേലൂയ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, തന്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ച ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ കൈപിടിച്ച് അവൻ നമ്മുടെ ഹല്ലേലൂയ ജയത്തോടെ വഴി നടത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആലോചന വിളിച്ചു പറയുകയാണ്. हालेलुया परमेश्वर की आत्मा आज हालेलुया हमसे कह रही है कि हमारे हालेलुया हालेलुया कहराने को एक जवाब है, हमारे प्रार्थनाओं को एक जवाब है, हमारे दोहाई को जो है जवाब है। लेकिन वो सब कहते वक्त हमें आज रात को अपने आप को परखना है कि क्या हम परमेश्वर के हित में है क्या, हालेलुया हमारा आराधना परमेश्वर के हित में है क्या, परमेश्वर के बिल के अनुसार है या नहीं। यदि ऐसा है तो यबेस को आशीष किया हुआ परमेश्वर, अब्राहम को आशीष किया हुआ परमेश्वर, अपने भक्तों को आशीष किया हुआ वही परमेश्वर हमारे हाथों को थाम कर जो है हमें विजय के साथ आगे ले चलने के लिए सामर्थ्यवान है। ആമേൻ. അതിന്റെ 12-ാം വചനത്തിൽ പറയുകയാണ്, താൻ ദൈവത്തിന് ഹിതമില്ലാത്തതൊക്കെയും തിരിച്ചറിഞ്ഞു ദൈവത്തിന് ഹിതമുള്ളതായി തന്റെ ജീവിതത്തെ ഒരുക്കി ഹല്ലേലൂയ ദൈവസന്നിധി സങ്കടയാചനകളെ കഴിച്ചു. അവിടെ ഹല്ലേലൂയ തനിക്ക് ഒരു വെളിപ്പാട് കിട്ടുകയാണ്. 12-ാം വചനത്തിൽ പറയുന്നു, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ടവനെ മറയ്ക്കും. ഹല്ലേലൂയ നീതിമാനെ അനുഗ്രഹിക്കുന്ന ദൈവം, ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് ശോധന ചെയ്തിട്ട് ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിച്ചിട്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് ദൈവത്തിന് ഹിതമില്ലാത്തതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് നമ്മുടെ നാവിനെ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവന്റെ ഭക്തിയോടെ നാം ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുകയാണ്, നീതിമാനെ അവൻ അനുഗ്രഹിക്കും, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട് നീതീകരിക്കപ്പെട്ട ദൈവജനമേ ദൈവം നിന്നെ അനുഗ്രഹിക്കും. हालेलुया यहाँ पर वचन कहता है कि उसका 11वां वचन से दाऊद ने जो है परमेश्वर के ऊपर भरोसा रखा, हालेलुया और हालेलुया उसके लिए ऊंचे स्वर से गीत गाया, उसके नाम में वो जो है प्रफुल्लित हुआ। और हालेलुया हम देखते हैं कि जब दाऊद राजा परमेश्वर की इच्छा को जाना, प्रभु को क्या पसंद है और प्रभु को क्या नहीं भावता है, इस विषय में जब उसे पहचान मिला, ज्ञान मिला, तब वो अपने आप को तैयार किया, अपने हृदय को तैयार किया, अपने जीवन को तैयार किया और उसके हित के अनुसार, परमेश्वर के मर्जी के अनुसार जो है हमारे जीवन से, उसके जीवन से कुछ चीजों को जब दूर किया तो उसे एक प्रकाशन मिला। उसी अध्याय 5वां अध्याय का 12वां वचन में लिखा है, वो दाऊद राजा को एक प्रकाशन मिलकर वो कहता है, क्योंकि तू धर्मी को आशीष देगा, हे यहोवा तू उसको अपने अनुग्रह रूपी डाल से घेरे रहेगा। दाऊद राजा कहता है कि यदि हम हालेलुया दुष्टता से अलग होने को तैयार है, तो झूठ से अलग होने के लिए तैयार है, तो हालेलुया बुरे कामों से दूर होने के लिए तैयार है, तो परमेश्वर के जीवन के इच्छा के अनुसार अपने आप को तैयार करने के लिए तैयार है, तो धर्मी को एक आशीष करने वाला परमेश्वर है करके उसे प्रकाशन मिलता है और भक्त को अनुग्रह करने वाला एक परमेश्वर है करके वो गवाही दे रहा है।
തന്നെ ഒരു ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു നീതീകരണത്തിനായി ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ദൈവസന്നിധി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ താനൊന്ന് ആയി ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ തനിക്ക് കിട്ടിയ വെളിപ്പാടാണ് ദൈവം അനുഗ്രഹിക്കും, ദൈവം സകലത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. ഹല്ലേലൂയ, ദൈവം നീതിമാനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒരു നീതീകരണം പ്രാപിച്ചുകൊണ്ട് ഒരു നീതിയോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം ഈ ഉപവാസ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായി ഈ 2025 തന്നെ ചില വിടുതലുകൾ പ്രാപിച്ചുകൊണ്ട് ചില പൈശാചിക മണ്ഡലങ്ങളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. हालेलुया। दाऊद को जब ये ज्ञान मिलता है कि परमेश्वर पवित्रताई को कितना भावता है, हालेलुया, उन्हें कितना पसंद है कि पवित्रताई, हालेलुया, तब वो जो है हालेलुया अपने आप को, अपने जीवन को जो है तैयार करता है, क्योंकि उसे प्रकाशन मिला। यहोवा परमेश्वर जो है धर्मी को आशीष करता है। हालेलुया, क्या हम धर्मी बनने को तैयार है? यदि हम धर्मी बनने को तैयार है तो 2025 में, अगला साल नहीं 2025 में भी हालेलुया हमारी तैयारी को देखकर, हालेलुया, हम जो परमेश्वर का इच्छा के अनुसार जो भी अपने जीवन को रेडी करने को तैयार है, तो परमेश्वर हमें छुटकारा देगा शत्रु के बंधनों से, हालेलुया, उसे तोड़कर आगे बढ़ने के लिए प्रभु सहायता करेगी। സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനത്തിൽ വരുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നു, അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ജ്ഞാനികളുടെ ജ്ഞാനിയായ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ശലോമോൻ വിളിച്ചു പറയുകയാണ്. അവൻ ഹല്ലേലൂയ മനസ്സിലാക്കിയ ഒരു കാര്യം, ഹല്ലേലൂയ, സകലത്തിനും ഒരു കാലമുണ്ട്, സകലത്തിനും ഒരു സമയമുണ്ട്. എന്നാൽ അതിലും മേലായിട്ട് അവൻ മനസ്സിലാക്കിയതൊന്നാണ്, അവൻ ദൈവം സകലവും അതതിന്റെ കാലത്ത് അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. ഇന്ന് പകൽകാലം ഹല്ലേലൂയ സ്തോത്ര ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ പല പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ഹല്ലേലൂയ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ആയിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആയിരിക്കാം, നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി ആയിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിലുള്ള ഹല്ലേലൂയ കുറവുകൾ പരിഹരിക്കപ്പെടണമെന്നായിരിക്കാം, കടഭാരങ്ങൾ തീരണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഭവനത്തിലുള്ളവരുടെ മാനസാന്തരം രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കാം, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ദേശത്തിന്റെ ഉണർവിന് വേണ്ടിയായിരിക്കാം, സഭയുടെ വിശാലതയ്ക്കും വർധനവിനും വേണ്ടിയായിരിക്കാം, ഹല്ലേലൂയ, എന്തു തന്നെ ആയിക്കോട്ടെ, അതതിൻ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ദൈവവചനത്തിൽ കൂടി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് തന്റെ ഭക്തനിൽ കൂടി പറയുകയാണ്. हालेलुया। हम देखते कि सबो उपदेशक 3रा अध्याय उसका 11वां वचन में लिखा है, उसने सब कुछ ऐसे बनाया कि अपने अपने समय पर वे सुंदर होते हैं। फिर उसने मनुष्य के मन में अनंत काल का ज्ञान उत्पन्न किया है, तो भी जो काम परमेश्वर ने किया है वो आदि से अंत तक मनुष्य समझ नहीं सकता। यहाँ पर ज्ञानियों का ज्ञानी सुलेमान जो है, हालेलुया, यहाँ पर कहता है कि हर एक चीज के लिए उसका समय है। हालेलुया, वो पहचान गया कि परमेश्वर सब कुछ जो है अपने समय में करता है। हम उपवास और प्रार्थना में परमेश्वर के सम्मुख बैठे हैं, हालेलुया, हो सकता है हमारे बच्चों के विषय के लिए है, हो सकता है कि हमारे प्रिय जनों के विषय के लिए, हो सकता है कुछ आर्थिक परिस्थिति बदलने के लिए हमारा प्रार्थना, कुछ छुटकारे के लिए हो सकता है, खर्च से मुक्ति होने का विषय होगा, उद्धार का विषय हो सकता है, या हमारे कलीसिया की बढ़ोतरी के लिए जो भी विषय है, परमेश्वर की आत्मा हमें वचन के द्वारा यही कहती है कि परमेश्वर सब कुछ जो है अपने समय पर सही करता है। എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ വിഷയങ്ങൾ ദൈവം തക്ക സമയത്ത് ഭംഗിയായി നിവർത്തിച്ചു തരുമെന്ന്? ഹല്ലേലൂയ, സ്തോത്രം. कितने लोग विश्वास करते हैं मेरा विषय में परमेश्वर बहुत अच्छे से समय पर करेंगे? ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അവിടെ നമ്മളെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ്, ഭംഗിയായി ചെയ്യുന്ന ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചതാണ് നിത്യത എന്നുള്ളത്.
और वहां पर वचन इस समान कहता है कि सब कुछ अच्छा अपने समय में करने वाला परमेश्वर ने मनुष्य के मन में अनादिकाल का अनंत काल को जो है रखा। ആമേൻ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിനകത്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ് നിത്യത എന്നുള്ളത്. എന്നാൽ അവൻ അത് ഗ്രഹിക്കാതെ ദൈവത്തെ വിട്ട് അകന്നു പോയത് നിമിത്തം പിശാചിന്റെ തന്ത്രങ്ങളിൽ ഉൾപ്പെട്ട് അവൻ പാപത്തിൽ കുടുങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. പാപിയായി തീർന്നു. യേശുവിന്റെ രക്ഷ മനസ്സിലാക്കുവാൻ കഴിയാതെ അവൻ തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യത മനസ്സിലാക്കാതെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തക്കവണ്ണം ഈ ലോക ജീവിതത്തിൽ പിശാച് അവരെ വലിച്ചുകൊണ്ട് പോയി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ച ആ നിത്യതയെ കുറിച്ചുള്ള നല്ലൊരു ഗ്രാഹ്യം, നല്ലൊരു അറിവ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. और यहाँ पर इस वचन के द्वारा हमें ये जान पड़ता है कि परमेश्वर ने जब मनुष्य को बनाया उसके मन में जो है अनादि काल का अनंत काल का ज्ञान जो है वो उत्पन्न किया। लेकिन मनुष्य जो है पाप के कारण, पाप करके पाप में फंस कर जो है परमेश्वर से अलग होकर जो है हालेलुया संसार की ओर वो जो है हालेलुया मुड़ गया। और ऐसा होने के कारण जो है उसे हालेलुया परमेश्वर ने रखा हुआ रक्षा, उद्धार और हालेलुया अनंत काल का ज्ञान जो है वो समझ नहीं पाया। आज रात को परमेश्वर यही चाहता है कि परमेश्वर ने आपके और मेरे जीवन में रखा हुआ उस उद्धार को, वो अनंत काल का जीवन का रहस्य को जो है हमें पहचानना चाहिए। ഈ ലോക ജീവിതം നിമിത്തം ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, ഈ ലോകത്തിലെ ജീവിതത്തിലെ കഷ്ടതകൾ, ഈ ലോകത്തിന്റെ സങ്കടങ്ങൾ, ഈ ലോകത്തിൻ്റെതായ ആവശ്യങ്ങൾ നമ്മളിൽ ദൈവം നിക്ഷിപ്തമായിരിക്കുന്ന നിത്യതയെ ഹല്ലേലൂയ ആഴത്തിലേക്ക് തള്ളിയിട്ടിട്ട് നമ്മളുടെ മുമ്പിൽ അതിന്റെ മുകളിൽ ഇരിക്കുന്നതല്ല നമ്മുടെ ഈ ലോകത്തിന്റെ ജീവിതങ്ങളും നമ്മുടെ കഷ്ടതകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും മാത്രമായി ഇരിക്കുമ്പോൾ ഈ നിത്യത എന്നുള്ള വിഷയം ഹല്ലേലൂയ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആഴ്ന്നു പോയിട്ട് ഹല്ലേലൂയ സ്തോത്രം നാം മറന്നുപോയ ഒരു അനുഭവത്തിൽ ലോകവും ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മാത്രം നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തെ അതിനൊരു ഉപാധിയാക്കി നമ്മൾ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ആത്മീക ജീവിതം ചുരുങ്ങി പോകാതെ വേണം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്ന ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ നിത്യത എന്ന ദർശനത്തെ നാം മുകളിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. वचन से परमेश्वर हमें यही आज रात को हालेलुया संदेश देना चाहते हैं कि हालेलुया हालेलुया जो परमेश्वर ने हम मनुष्य के जीवन में हृदय में दिया हुआ अनंत काल जो छुपा के रखा है वो हालेलुया कई बार इस संसार की चिंताओं में जो है वो नीचे दब जाता है, डूब जाता है। हालेलुया इस संसार में हमें बहुत कुछ जरूरतें है, हालेलुया बहुत सारी आवश्यकताएं है, हालेलुया कई सारे बोझ है। ये सब क्या है एकदम ऊपर ऊपर आता है और ये परमेश्वर ने हालेलुया हमारे हृदय में छुपा के रखा हुआ हालेलुया उस अनंत काल का वो रहस्य, वो मिस्ट्री जो है नीचे दब दब के जो है डूब जाता है और हमारा फोकस जो है इस संसार की ओर जाकर हम परमेश्वर के सम्मुख आने के लिए एक्सक्यूज सब देने लग जाते हैं और हमारा आत्मिक जीवन जो है एकदम श्रिंक हो जाता है, कम हो जाता है। लेकिन आज रात को परमेश्वर की आत्मा इस वचन के द्वारा हमें यही कहती है कि जो हालेलुया अनंत काल का जीवन तुम्हारे हृदय में परमेश्वर शुरुआत से हालेलुया जो रखा है उसे ऊपर लेकर आओ, उसे दबने नहीं दो। ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ എവിടെ നോക്കിയാലും ഹല്ലേലൂയ എല്ലാവർക്കും ആവശ്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളല്ലാതെ എനിക്കൊന്ന് ആത്മാവിൽ വളരണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ആത്മാവിൽ ഉയരണം, എന്റെ അകത്തിരിക്കുന്ന നിത്യത അത് പ്രകാശിക്കപ്പെട്ടിട്ട് മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടണം എന്നുള്ള ആ ഒരു ആഗ്രഹം അല്ല ഹല്ലേലൂയ ആത്മീകരായ നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ നമ്മൾ ഒരു ഹല്ലേലൂയ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം എന്താണ്? മക്കളുടെ പഠിത്തം, മക്കളുടെ ഭാവി, ഹല്ലേലൂയ വീട്, നിലം, ഇങ്ങനെയായ കാര്യങ്ങളിൽ ഹല്ലേലൂയ നാം നമ്മുടെ ആത്മീക ജീവിതത്തെ ഒതുക്കുമ്പോൾ ഹല്ലേലൂയ സങ്കീർത്തനക്കാരനായ ദാവീദിനെ പോലെ ഒന്ന് ഒരുക്കി കാത്തിരുന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വർഗം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആ നിത്യത എന്ന വെളിപ്പാട്
കുഞ്ഞാടിനെ നാൾ പൊക്കിക്കൊണ്ട് പുറത്തു കൊണ്ടുവന്നാൽ ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ സ്തോത്രം വെളിച്ചങ്ങളായി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ ദേശത്തിന് വിളക്കായി, ദേശത്തിന് ഹല്ലേലൂയ സ്തോത്രം വെളിച്ചം പകരുന്നവരായി നമ്മളെ മാറ്റുവാൻ അവന് ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ ഇതിനാൽ ഈ പ്രാർത്ഥന വ്യത്യസ്തമായ രീതിയിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് आग्रहिക്കുന്നു. हालेलुया। हम देखते हैं कि हालेलुया हम कई बार हालेलुया जब प्रार्थना के लिए बैठते, मुझे इंक्लूड करके मैं कहती हूँ, जब हालेलुया हम प्रार्थना के लिए बैठते हमारा रिक्वेस्ट क्या है? हालेलुया संसार की बातें हम ज्यादातर रिक्वेस्ट करते हैं। हालेलुया मेरे बच्चों का पढ़ाई, मेरे संतान के विषय, उनका भविष्य, मेरा घर का विषय और प्रॉपर्टी का विषय, ये सारे विषय जो है हमारे मन में एकदम उबलते हुए रहता है। कोई भी ये आग्रह नहीं करता है कि मुझे आत्मिक रीति से जो है बढ़ना है, आत्मा के अगले स्तर में जो है जाना है करके किसी के भी मन में ये नहीं आता है। हालेलुया लेकिन ये दिनों में परमेश्वर की आत्मा कलीसिया से या बैठे हुए हर एक से यही चाहती है कि हालेलुया परमेश्वर ने आपको और मुझे अलग किया, ये देश के लिए एक ज्योति बनने को हमें सेपरेट किया, अलग करके रखा है। और ऐसा ये बात को हमें पहचानना है और पर दाऊद राजा जैसे अपने आप को तैयार करता है, हालेलुया ये जानते हुए कि ये वचन के अनुसार हालेलुया कि परमेश्वर ने अनादिकाल का विषय जो है मेरे हृदय में दिया है, मनुष्य के हृदय में रखा है, उसे हालेलुया डूबने नहीं देना। संसार का जो भी विषय आएगा, जरूरत आएगा, उसके बीच में इस दर्शन को जो है डूबने न दे और आत्मिक स्तर में बढ़ने के लिए हालेलुया हम ये दिनों में तैयार होना है। और उसी आधार पर आगे का उपवास प्रार्थना भी, आगे का जीवन में भी बदलावट करने के लिए परमेश्वर की आत्मा संदेश दे रही है। അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആഴെ ഒന്ന് കുഴിക്കണം. ഹല്ലേലൂയ നമ്മുടെ ജീവിതങ്ങളെ നമ്മളൊന്ന് ആഴെ കുഴിച്ചെടുത്തിട്ട് ക്രിസ്തുവാകുന്ന പാറയൊന്ന് അടിസ്ഥാനമിടുവാൻ നമ്മൾ ഹല്ലേലൂയ നമ്മളെ തന്നെ തയ്യാറാകുകയാണെങ്കിൽ ഹല്ലേലൂയ ആ പാറ ഹല്ലേലൂയ പാറമേൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം ഇട്ടു തന്ന ആ നിത്യത പ്രകാശിക്കുവാനിടയാകും. और हालेलुया लूका का सुसमाचार 7 अध्याय में हम देखते हैं कि हालेलुया परमेश्वर वहां पर वचन के द्वारा ऐसे कहते हैं कि खोदो, एकदम गहराई में खोदो, खोद कर हालेलुया मसीह जो चट्टान है उसका अपना नींव बनाओ। और जब हम ऐसा करेंगे तो परमेश्वर ने हमारे लिए रखा हुआ अनंत काल को जो है अपने आंखों के सामने रखकर हम अपने जीवन को जीने के लिए हालेलुया हालेलुया सहायता मिलेगी। ആഴെ കുഴിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലുള്ള ഹല്ലേലൂയ ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ദാവീദ് പറഞ്ഞതുപോലെ ദുഷ്ടത, അനീതി, അഹങ്കാരം, ഹല്ലേലൂയ രക്തപാതകം, വഞ്ചന, ഹല്ലേലൂയ അനുസരണക്കേടുകൾ എന്നിവയെല്ലാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു കളഞ്ഞിട്ട് ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളൊന്ന് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശരിയാക്കുമ്പോൾ അതിന്റെ മേൽ പ്രകാശിക്കുന്ന ഒരു നിത്യതയുണ്ട്. ആ നിത്യതയാണ് കർത്താവ് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴിൽ അല്ല വെക്കേണ്ടിയത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ അല്ല വെക്കേണ്ടിയത്, അത് പാത്രം കൊണ്ട് മൂടി വെക്കുകയല്ല ചെയ്യേണ്ടിയത്, പിന്നെയോ അത് തണ്ടിന്മേൽ പ്രകാശിക്കണം. മനമേ ശോഭിക്കുന്ന പട്ടണം പോലെ നാം ആയിത്തീരണം. ഇന്ന് പകൽക്കാലം ഈ രാത്രിയുടെ യാമത്തിൽ ഹല്ലേലൂയ ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് ഹല്ലേലൂയ സ്തോത്രം, നിന്റെ അകത്തിരിക്കുന്ന നിത്യത ഒന്ന് പുറത്ത് പ്രകാശിക്കുവാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ നീ നിൽക്കുന്നത് ഹല്ലേലൂയ തണ്ടിന്മേലാണ്, ആത്മാവിന്റെ തണ്ടിന്മേൽ. ലോകം കാണത്തക്കവണ്ണം, ദേശം കാണത്തക്കവണ്ണം ഉടവരമനക ശാന്തരാധന അന്തൽ പ്രൗഢപരികതേ ധീരാരകതരമനക ശാന്തരാധന അതരാധനാധര പ്രൗഢപരികത്യ സുവിശേഷ വിരോധികൾ ഇന്ന് ഹല്ലേലൂയ തകർത്തുകൊണ്ട് ഓരോ ഭാഗങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ മനമേ ശോഭിക്കുന്ന പട്ടണം പോലെ സഭയെ നീ ഇരിക്കുവാൻ തയ്യാറായാൽ, നിന്റെ അകത്തിരിക്കുന്ന നിത്യത ഒന്ന് പുറത്തു വരുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ അനേകർ ഈ വെളിച്ചത്തിൻ കീഴിൽ പ്രാണികൾ വന്ന് കെട്ടടങ്ങുന്നത് പോലെ പൈശാചികന്റെ തന്ത്രങ്ങൾ ഹല്ലേലൂയ ഇല്ലാതാകുക തന്നെ ചെയ്യും. ആമേൻ. आमीन। स्तुतियो सब याद नहीं है, जितना याद है मैं बोलना चाहती हूँ। हालेलुया यहाँ पर जो है दाऊद हालेलुया राजा ने जैसे हालेलुया
कहा कि हालेलुया उसने परमेश्वर को जो पसंद नहीं है उस बातों को पहचाना। हालेलुया लूका का सुसमाचार 7 अध्याय में यहाँ पर कहते हैं कि खोदो, गहराई में खोदो। गहराई में खोदने, अपना हृदय को जब हम खोदते हैं, गहराई में खोदते वक्त उसके अंदर छुपा हुआ हर बात हमें पता चलेगा। क्या उसमें दुष्टता है? क्या उसमें झूठ है? क्या उसमें धोखाबाजी है? क्या उसमें अन्याय की बातें हैं? क्या उसमें घमंड है? परमेश्वर को जो पसंद नहीं है वो सारी चीजें खोदने पर, हमारा हृदय गहराई से खोदने पर हमें पता चलेगा कि क्या हमारे हृदय में छुपा है, और उसे जानकर, पहचान कर जो है हमारे जीवन से दूर को फेंकना है, दूर फेंकना है इन सारी चीजों को। जब हम ऐसा करने के लिए तैयार हो गए तो हालेलुया परमेश्वर ने हमारे लिए रखा हुआ उस प्रकाशन, हालेलुया जैसा 7वां लूका का सुसमाचार 7 अध्याय में लिखा है कि दिया, जलता हुआ दिया जो है खटिए के नीचे नहीं रखते हैं, उसे जो है ऊपर रखते, ताकि हालेलुया देश में हर एक लोग देखे। आपको और मुझे जो है परमेश्वर ने एक ज्योति करके हालेलुया रखा है, और हमारे भीतर रखा हुआ अनंत काल के जीवन को हम पहचानते हैं तो उसके द्वारा परमेश्वर एक ज्योति हर एक जगह में पहुंचाएगा, ताकि अन्य जाति लोग वो देखकर जो है परमेश्वर के सम्मुख में आए। ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് ആവശ്യം ഈ നിത്യതയൊന്ന് നമ്മുടെ അകത്ത് ഹല്ലേലൂയ പ്രകാശിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഹല്ലേലൂയ നാം ആ യേശു ക്രിസ്തുവിന്റെയും പിതാവിന്റെയും കൂട്ടായ്മയ്ക്കകത്ത് നാം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കർത്താവ് പിതാവിനോട് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളോടൊന്ന് ഒന്നായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ രാത്രിയുടെ യാമത്തിൽ സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്, പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ അവനോട് ചേർന്ന് ഒന്നായി ചേരണം. അതിന് എന്താണ്? നമ്മുടെ അകത്ത് കിടക്കുന്ന സ്വർഗം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ നിത്യത എന്ന വെളിച്ചം നമ്മളിൽ പ്രകാശിക്കണം. अगर हमारे भीतर परमेश्वर ने जो छुपा के रखा हुआ अनंत काल के जीवन को हम पहचानते हैं तो हम परमेश्वर पिता और पुत्र और पवित्र आत्मा में सहभागी होंगे, एक हो जाएंगे। जैसे वो तीनों एक है, हम उनके हालेलुया उनके समान जो है हम सहभागिता में जो है एक हो जाएंगे। यूहन्ना के सुसमाचार 17 अध्याय में लिखा है कि पिता पुत्र पवित्र आत्मा जिस समान एक है, हम भी एक होने के लिए प्रभु ने हमारे भीतर रखा हुआ अनंत काल के जीवन को हमें पहचानना है। അങ്ങനെ നാം ഒന്നായി തീർന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ആ അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും കുറെ വിടുതലിന്റെ ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷകൾ പ്രതീക്ഷിക്കുന്നവരാണ്. രോഗികൾ സൗഖ്യമാകണം. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊരു വിടുതൽ ആഗ്രഹിക്കണം. ഈ പ്രസംഗിക്കുന്ന ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് അതിനും മേലായി നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് അവനുമായിട്ടൊന്ന് ഒന്നായി ചേരുന്ന അനുഭവം. അങ്ങനെ ഒന്നായി ചേർന്ന് കഴിയുമ്പോഴാണ് ഹല്ലേലൂയ സ്വർഗം പറയുന്നത്. ഹല്ലേലൂയ 17-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ തരുവാൻ അതേ മഹത്വം യേശു ക്രിസ്തുവിന് പിതാവ് കൊടുത്ത അതേ മഹത്വം നിന്റെ മേൽ തരുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ എന്ത് വേണമോ അത് അതത് സമയത്ത് ഭംഗിയായി ചെയ്ത് അവൻ തീർക്കുമ്പോൾ നീ ആയിരിക്കേണ്ടത് എവിടെയാണ്? നിന്റെ അകത്തിരിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഹല്ലേലൂയ പുത്രനോടും കൂടെ ഒന്നായി ചേർന്ന് അവന് കൊടുത്ത മഹത്വത്തെ, ഹല്ലേലൂയ പുത്രന് കൊടുത്ത മഹത്വത്തെ നീ ഒന്ന് പ്രാപിച്ചെടുക്കുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ തയ്യാറാണെങ്കിൽ നിന്റെ മേൽ പകരുന്ന ഒരു മഹത്വം धन्यवाद हो। हालेलुया परमेश्वर की आत्मा कह रही है कि हालेलुया
हमारे भीतर रखा हुआ अनंत काल के जीवन को हम पहचान कर उसके लिए पिता पुत्र पवित्र आत्मा इसके साथ यदि हम एक होने का निर्णय लेते हैं, एक हो जाते हैं, तो हालेलुया यूहन्ना का सुसमाचार 17 अध्याय उसका हालेलुया 22वां वचन में लिखा है, वो महिमा जो तूने मुझे दी है मैंने उन्हें दी है कि वे वैसा ही एक हो जैसा कि हम एक है। मतलब अगर हम परमेश्वर के साथ, पुत्र के साथ, पवित्र आत्मा के साथ एक होते हैं, ये जानकर के एक अनंत काल का जीवन हमारे लिए रखा है, एक होते वक्त पिता ने पुत्रों को जैसा महिमा दिया उसी समान आपके लिए भी जो है परमेश्वर महिमा देगे करके यहाँ ये वचन साबित करता है। और जब परमेश्वर हमें हालेलुया महिमा देगे तो हमारी सारी जरूरतें, हमारी सारी आवश्यकताएं जो है समय पर जो है पूरा होगा। എത്ര പേർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേലുള്ള ആ മഹത്വം എനിക്കും വേണമെന്ന് ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നു? हम में से कितने लोग ये चाहते हैं कि पिता ने पुत्र को जो महिमा दिया वही महिमा मुझे भी चाहिए। നിന്റെ ജോലിയുടെ വിഷയമായിരിക്കാം, നിന്റെ കടഭാരമായിരിക്കാം, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, നിന്റെ കുടുംബജീവിതത്തിന്റെ സമാധാനമായിരിക്കാം, പൈശാചിക മണ്ഡലത്തിൽ നിന്ന് വിടുതലുകൾ, ഇതെല്ലാം സ്വർഗം ഭംഗിയായി നിനക്ക് ചെയ്തു തരും. പക്ഷേ നീ ആഗ്രഹിക്കേണ്ടത് പിതാവ് പുത്രന് കൊടുത്ത മഹത്വം നിന്റെ മേൽ പകരണമെന്ന് നീ ഒന്ന് ആഗ്രഹിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. हालेलुया। परमेश्वर की आत्मा हमसे पूछ रही है कि हम में से कितने लोग ये चाहते हैं कि मुझे भी वो महिमा चाहिए जो पिता ने पुत्र को दिया। हालेलुया। हो सकता है कि हमारी बहुत सारी जरूरत है, नौकरी की जरूरत है, हम कर्ज में डूबे हुए लोग हो गए, या फिर हम बच्चों के भविष्य के लिए चिंता करने वाले माता पिता हो गए, या हमारे परिवार में शांति को आग्रह करके हम आए हुए हो गए, या फिर हालेलुया दुष्ट आत्मा से छुटकारा के लिए हम चाहत रखते। लेकिन इससे बढ़कर परमेश्वर की आत्मा कहती है कि हम ये आग्रह करें, परमेश्वर ने पुत्र को जो महिमा दिया वही महिमा प्रभु तू मुझे भी दे। अगर हम ऐसे आग्रह करते हैं तो हमारे आत्मिक जीवन को परमेश्वर नेक्स्ट लेवल पर लेके जाएंगे। ആമേ. രണ്ടാമതായി അവിടെ പറയുന്നത് 23-ാം വചനത്തിൽ പറയുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, പിതാവ് പുത്രനിൽ കൊടുത്തിരിക്കുന്ന അതേ മഹത്വത്തെ നിനക്കും തരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് പിതാവ് പുത്രനെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ നിന്റെയും സ്നേഹിക്കുവാൻ പിതാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽകാലം ലോകം നമ്മളെ സ്നേഹിച്ചില്ലെന്ന് വരട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ബന്ധമിത്രാദികൾ നമ്മളെ സ്നേഹിച്ചില്ലെന്ന് വരട്ടെ, നമ്മളെ സ്നേഹിപ്പാൻ ഈ ലോകത്തിൽ ആരുമില്ലെന്നിരിക്കട്ടെ, പക്ഷേ പുത്രനാകിയ കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുകയാണ്, നീ എന്നെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ നീ ഇവരെയും ഒന്ന് സ്നേഹിക്കണം. ഇന്ന് ഉപവാസത്തിലായിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, പുത്രൻ നിങ്ങളെ കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആ തലത്തിലൊന്ന് കർത്താവേ, പിതാവ് നിന്നെ സ്നേഹിച്ചതുപോലെ എന്നെയും ഒന്ന് സ്നേഹിക്കണമേ. എത്ര പേർ ഈ രാത്രിയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കായി തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കും? നമുക്ക് സങ്കടയാചനകളുണ്ട്. ഹല്ലേലൂയ, ദാവീദ് പറഞ്ഞതുപോലെ സങ്കടയാചനകളുണ്ട്, അപേക്ഷകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ധ്യാനങ്ങളും ഞരക്കങ്ങളും ഉണ്ട്. എന്നാൽ അതിന് മേലായി ദൈവത്തോടൊന്ന് പറയാമോ, കർത്താവേ, ഇതെല്ലാം നീ എനിക്ക് ചെയ്തു തരും, എന്നാൽ എനിക്ക് ആവശ്യം നിന്റെ മഹത്വം. നിന്നെ സ്നേഹിച്ചതുപോലെ പിതാവ് എന്നെയും സ്നേഹിക്കണം. हालेलुया। यहाँ पर ये वचन के द्वारा हम ये देखते कि सबसे पहला हालेलुया पिता जो पुत्र को महिमा देता है वही महिमा पिता आग्रह करता है कि हमें भी दे। हालेलुया। दूसरी बात उसका 23वां वचन में लिखा है कि मैं उनमें और तुझ में कि वे सिद्ध होकर एक हो जाए और संसार जाने की तू ही मुझे भेजा है, जैसे तूने मुझसे प्रेम रखा है वैसे ही उनसे भी प्रेम रख। यीशु मसीह पिता से कहता है कि जैसे तूने मुझसे प्रेम किया है
उसी समान इनसे भी प्रेम रखो। हालेलुया। कितने लोग आज हालेलुया रात को ये चाहते हैं कि पिता तूने जैसे पुत्र से प्रेम किया वैसा प्रेम मुझसे भी कर। हालेलुया। हम में से बहुत सारे लोगों को कई प्रार्थना विषय, हमें प्रेम करने वाले बहुत सारे लोग नहीं होंगे, हमारे हालेलुया रिश्तेदार वाले या फिर हमारे घर वाले, हालेलुया कोई हमसे प्रेम करने वाले नहीं है, लेकिन यीशु मसीह यहाँ पर एक बात का खुलासा करते हैं, मुझे जैसे प्रेम किया है वैसा पिता भी तुमसे प्रेम रखने के लिए आग्रह करता है। क्या तुम वो चाहते हो या नहीं? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാമതായി ദൈവം തന്റെ മഹത്വം, പിതാവ് പുത്രന് കൊടുത്ത മഹത്വം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളെയും സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് 24-ാം വചനം പറയുന്നു, ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇരിക്കുന്ന ഇടത്തു തന്നെ ഇവരെയും ഇരുത്തണം. പിതാവിനോട് പുത്രൻ അപേക്ഷിക്കുകയാണ്, ഹല്ലേലൂയ, കർത്താവേ എനിക്ക് തന്ന ഈ ജനമുണ്ടല്ലോ, എന്റെ ഈ ശിഷ്യഗണമുണ്ടല്ലോ, ഞാനിരിക്കുന്ന ഇടത്ത് ഇവരും ഇരുത്തണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു പടി ഉയരട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മതലത്തിലേക്ക് ചലിക്കട്ടെ. ഹല്ലേലൂയ. ഈ ലോകം നശ്വരമാണ്, നമ്മുടെ അകത്ത് സ്വർഗം വിതച്ചിരിക്കുന്ന നിത്യതയെ ഹല്ലേലൂയ സ്തോത്രം എന്ന് പ്രകാശിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ ഇരിക്കുന്ന ഇടത്തൊന്ന് ഇരിക്കുവാൻ, അവനെ സ്നേഹിച്ചതുപോലെ ഒന്ന് സ്നേഹം കൈപ്പറ്റുവാൻ, പിന്നെ മഹത്വത്തിലേക്കൊന്ന് കടന്നു വരുവാൻ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കാമോ? हालेलुया। 3 बातें यहाँ पर है जो 22, 23, 24 वचन में लिखा है। यूहन्ना का पुस्तक 17 अध्याय का 22 से लेके 24 वचन तक। सबसे पहला ये कि पिता चाहता है कि जैसे पुत्र को महिमा दिया वैसे ही तुम्हें भी महिमा दे। पिता, दूसरा विषय, पिता ये चाहता है कि पुत्र को जिस समान प्रेम किया है वो पिता तुमसे भी प्रेम करने के लिए आग्रह रखता है। तीसरा जो बात है उसका 24वां वचन में लिखा है, हालेलुया, यीशु मसीह पिता से कहता है कि जैसा तूने मुझे एक स्थान दिया है जहां पर मुझे बिठाया वैसे ही मेरे चेलों को, मेरे लोगों को, मेरी प्रजा को भी बिठाना। मतलब हालेलुया पिता चाहता है कि जहां पर यीशु मसीह को बिठाया है वहां पर आपको और मुझे भी बिठाए। हम में से कितने लोग आग्रह करते, प्रभु तूने हालेलुया तू जहां पर यीशु मसीह को बिठाया वैसे मुझे भी बिठाए। हालेलुया हमारा आग्रह का जो लेवल है ना वो बदलना है। हालेलुया वो ऊपर आना है। अभी तक हम यही आग्रह करते कि संसार की बातें चाहिए। संसार जो है वो नाश्वर है, नाश होने वाला संसार है, लेकिन हमारे भीतर परमेश्वर ने रखा हुआ अनंत काल की जीवन को आग्रह करे। हमारी आग्रह को जो है उसका लेवल और उसका हालेलुया स्तर बदलना चाहिए ये दिनों में। ആമേൻ. ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ അകത്ത് വരണമെങ്കിൽ ഹല്ലേലൂയ 26-ാം വചനത്തിൽ പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഹല്ലേലൂയ ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനി വെളിപ്പെടുത്തും. നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ഒരു നാമം ഹല്ലേലൂയ യേശു ക്രിസ്തു എന്ന നാമം, അത് നമ്മുടെ അകത്ത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ നാം ഹല്ലേലൂയ സ്തോത്രം ജാഗ്രതയുള്ളവരായി ഈ ദിവസങ്ങളിൽ ദാവീദ് ഒരുക്കി കാത്തിരുന്നത് പോലെ ദൈവത്തിന് ഹിതമില്ലാത്തതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി ദൈവത്തിന് ഹിതമുള്ള അവങ്കലുള്ള ഭക്തിയോടെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും അവനെ ശരണം പ്രാപിപ്പാനും നമ്മുടെ നാവുകളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിച്ചും ശോധിച്ചും കൊണ്ട് അവന്റെ സ്നേഹത്തിൽ അവന്റെ നാമത്തിൽ ഒന്ന് നാം ആയിത്തീരുമ്പോൾ ഹല്ലേലൂയ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ അവനെ ദയ കൊണ്ട് മറയ്ക്കും. ഇന്നു രാത്രിയുടെ യാമത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവൻ നീതിമാനെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ സ്തോത്രം. അവനിൽ ഒന്നായവനെ അവൻ അനുഗ്രഹിക്കും. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനെ അവൻ അനുഗ്രഹിക്കും. എന്താ അനുഗ്രഹം? അവന്റെ മഹത്വം നമ്മുടെ മേൽ തരും, അവന്റെ സ്നേഹം നമ്മുടെ മേൽ പകരും. അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും ഇരുത്തും. നാം ഈ നാമം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തത്തക്കവണ്ണം നാം മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ തന്നിൽ പ്രകാശ
പ്രകാശിക്കുന്ന വെളിച്ചം പോലെ പ്രകാശിക്കുവാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുകയാണ്. എത്ര പേർ ഈ രാത്രിയിൽ അതിനു വേണ്ടി സമർപ്പിക്കും? हालेलुया। यहाँ पर 26वां वचन में लिखा है कि मैंने तेरा नाम को उनको बताया, हालेलुया, और बताता रहूंगा कि जो प्रेम तुझको मुझसे था वो उनमें रहे और मैं उनमें रहूं। हालेलुया। यीशु मसीह पिता से कह रहे हैं कि हालेलुया, मैंने तेरा नाम जो है हालेलुया सबको प्रकटीकरण करके दिया, सबको बताया है, तेरे प्रेम को मैंने जो है उनमें है करके ये हालेलुया मैंने हालेलुया घोषणा की है। हालेलुया। यहाँ पर हालेलुया दाऊद जो है हालेलुया दाऊद राजा, और इस वचन के द्वारा हमें ये जान पड़ता है कि हमें जागृत होना है। हालेलुया। कैसे जागृत होना है कि दाऊद जैसा कहता है कि मैं तैयारी के साथ बोर को तुझसे सुनने के लिए आता हूँ। हालेलुया। जब हम जागृत हो गए तो हम हालेलुया जो कुछ परमेश्वर को भावता नहीं है, जो प्रभु को पसंद नहीं है, वो सारी चीजों से अपने आप को अलग करेंगे। हालेलुया। हम देखेंगे कि परमेश्वर को क्या पसंद है। हालेलुया। पवित्रता मेरे जुबान में है क्या, मेरे जीवन में हालेलुया दुष्टता है क्या, अहंकार है क्या, और हम ये जान रखेंगे कि परमेश्वर जो है मुझ में वास करता है, मेरे भीतर रहने वाला परमेश्वर है। हालेलुया। अगर हम दाऊद के समान तैयार होते, हमारे जीवन से जो नहीं चाहिए उन बातों को छोड़ने के लिए तैयार करते हैं, तो दावीद राजा 12 वचन में जैसा कहता है, तू धर्मी को आशीष करने वाला परमेश्वर है करके मैं जानता हूं। और ये आशीष क्या है? ये आशीष ये है कि हालेलुया पिता जो है अपनी महिमा जैसे पुत्र को प्रकट किया मुझ में भी प्रकट करेगा। पिता जो है प्रेम अपने पुत्रों को प्रकट किया, उसी समान उसका प्रेम मुझ में प्रकट करेगा, और जिस स्थान में पुत्रों को बिठाया वहां पर मुझे भी बिठाएगा। हालेलुया। और मुझे जो है ऐसा ऊंचा करेगा, ऊंचे स्थान में एक ज्योति के समान रखेगा, ताकि मैं उसके नाम को दूसरों तक पहुंचाऊं। ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രിയുടെ യാമത്തിൽ ഈ വചനങ്ങൾ നമ്മുടെ ഹല്ലേലൂയ നമ്മളോട് സ്വർഗസ്ഥനായ പിതാവ് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ എന്താണ് ദൈവസന്നിധിയിൽ നമ്മളെ ആക്കി തീർക്കുവാനായി സമർപ്പിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ജീവിതത്തെ നമ്മൾ ചോദിക്കണം. രണ്ട്, നമ്മുടെ ജീവിതത്തെ ഒന്ന് ആഴെ കുഴിക്കണം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ഹല്ലേലൂയ ദൈവത്തിൽ നാം ഒന്നായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് യേശുക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്നുള്ള ആ ഒരു സത്യത്തെ നമ്മൾ ഉറുതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഹല്ലേലൂയ ആഴമേറിയ അനുഗ്രഹത്തിലേക്ക് നമുക്ക് ചലിക്കുവാൻ സാധിക്കും. ആയതുകൊണ്ട് ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളോട് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ും 15-ും വചനത്തിൽ പറയുന്നു, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരാതെ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം ഒന്ന് ഹല്ലേലൂയ വളരുവാനായി ഏൽപ്പിക്കുക. ഹല്ലേലൂയ. എങ്ങനെ വളരണം? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. ഹല്ലേലൂയ. ഉപദേശങ്ങൾ കേട്ട് പലവിധമായ ഉപദേശങ്ങൾ കേട്ട് നമ്മൾ ആടി ഉലഞ്ഞു പോകാതെ, തെറ്റിപ്പോകാതെ, ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായി പോകാതെ നമ്മളൊന്ന് സ്ഥിരതയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വളർന്നുയരുവാൻ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മഹത്വത്തെ പ്രാപിപ്പാൻ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അകത്തു നാം ഒന്ന് ആയിത്തീരുവാൻ, ഹല്ലേലൂയ അവൻ ഇരിക്കുന്ന ഇടത്ത് പോയി ഇരിക്കത്തക്കവണ്ണം നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധിക്കായി, ഒരു ക്രമീകരണത്തിനായി ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് എന്താണ്? സ്നേഹത്തിൽ സത്യം മാത്രം സംസാരിക്കുക. അവിടെ ഹല്ലേലൂയ ദാവീദും അത് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ അവരുടെ നാവ് ഹല്ലേലൂയ സ്തോത്രം മധുരവാക്കുകൾ പറഞ്ഞാലും തൊണ്ട തുറന്ന ശവക്കുഴി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സ്നേഹത്തിൽ നടന്ന് സത്യം മാത്രം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഓരോരുത്തരും സമർപ്പിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ
ശുശ്രൂഷയുടെ തലം ദൈവം മാറ്റും. സഭയുടെ മുഖഛായ ദൈവം മാറ്റും. ഭവനങ്ങൾക്കകത്തുള്ള പൈശാചിക ബന്ധനങ്ങൾ അഴിയും. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകും. അഭിഷിക്തന്മാർ എഴുന്നേറ്റ് പ്രകാശിക്കും. ഹല്ലേലൂയ. പട്ടണം വിടുവിക്കപ്പെടും. ഉടറമനശന്തരാധന. सब याद नहीं है, जितना याद है मैं बताना चाहती हूँ। हालेलुया। यहाँ पर हालेलुया परमेश्वर की दासी हालेलुया आत्मा के द्वारा ये बताया है कि हम जो है सुना हुआ वचन के हिसाब से अपने जीवन को समर्पण करने के लिए तैयार होना है। हालेलुया। और हमारे जीवन को हम गहराई से खोदने की जरूरत है, हमारे हृदय को खास करके ये जानने के लिए ऐसी कोई भी चीज मेरे जीवन में है क्या जो परमेश्वर को हालेलुया परमेश्वर के तरफ से आशीष को पाने के लिए रुकावट है। हालेलुया। और फिर हमें क्या है, परमेश्वर के साथ एक होना है। पिता पुत्र पवित्र आत्मा जिस समान तीनों भी एक है, वैसे आप और मैं जो है पिता के साथ पुत्र के साथ पवित्र आत्मा के साथ एक होने के लिए तैयार होना चाहिए। और हम अपने जीवन को ये परखना है कि परमेश्वर मुझ में है या नहीं। हालेलुया। यदि हम ऐसा करते हैं तो इफिसियों का किताब 4 अध्याय उसका 14वां वचन में लिखा है, ताकि हम आगे को बालक नहीं रहे जो मनुष्य की ताग विद्या चतुराई से उनमें भ्रम की युक्तियों और उपदेश के हर एक झोंके से उछले और इधर उधर घुमाए जाते हैं। मतलब हमें विश्वास में बदलना है, विश्वास में बढ़ना है। विश्वास में इसलिए बढ़ना है ताकि हम कोई भी उपदेश सुनकर हवा के झोंके के समान जो है हालेलुया इधर उधर उछले नहीं उछलने के लिए हमें विश्वास में बढ़ना है, हमें प्रेम में बढ़ना है। सच्चाई हमारे जुबान में होना चाहिए, झूठ नहीं होना चाहिए, केवल सच्चाई की बातें करना चाहिए। और तब तक बढ़ना है जब तक हम मसीह के सिर तक नहीं पहुंचते। दाऊद यहाँ पर कहता है हालेलुया कुछ लोगों के विषय में 5 भजन संहिता 5:9 में हालेलुया उनका मुंह जो है हालेलुया उसमें कोई भी सच्चाई नहीं। हम में से कोई भी ऐसा नहीं होना चाहिए जिसके मुंह में सच्चाई ना हो, जिसके मन में जो है हालेलुया दुष्टता है, जिसका गला कब्र हालेलुया दुर्गंध हालेलुया रखने वाला कब्र के समान हमारा गला हमारा हृदय नहीं होना चाहिए। और हमारा जीभ के द्वारा चिकनी चुपड़ी बातें नहीं, केवल सच्चाई की बातें ही हमें करना है। ആമേൻ. ഹല്ലേലൂയ. മനുഷ്യരുടെ ചതികളും മനുഷ്യരുടെ ഉപായങ്ങളും നമ്മളെ തെറ്റിച്ചു കളയുവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം ദൈവ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഹല്ലേലൂയ നമ്മളെ തന്നെ ഈ രാത്രിയിൽ ഒന്ന് സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് വൻ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അവൻ തരും. അവൻ നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. അവന് നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം നമുക്ക് മുൻപേ അവൻ അറിയാം. പിതാവ് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് ഹല്ലേലൂയ നമുക്ക് മുൻപേ അറിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ഞരക്കങ്ങളെല്ലാം അവന്റെ സന്നിധിയിലുണ്ട്. അതിനൊന്നിനും വീഴ്ച വരികയില്ല. അതെല്ലാം തക്ക സമയത്ത് അവൻ ഭംഗിയായി നിങ്ങൾക്ക് ചെയ്തു തരും. ആ ഒരു വിശ്വാസം നിങ്ങളുടെ അകത്ത് ആഴമേറി ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തലത്തിലേക്ക് ആത്മതലത്തിലേക്കൊന്ന് പ്രവേശിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തിൽ സത്യം മാത്രം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവിന്റെ വരവാസന്നമായി ഹല്ലേലൂയ എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. ഹല്ലേലൂയ ലക്ഷണങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഇനി അധിക നാളില്ല എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. സുവിശേഷ വിരോധികൾ അവന്റെ ഹല്ലേലൂയ പ്രവർത്തനങ്ങൾ വളരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ കൊന്നുകളയേണ്ടതിന് അവന് യാതൊരു മടിയുമില്ല. ഹല്ലേലൂയ എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മഹത്വമുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിച്ചേരുവാനായി ഒന്നുകൂടെ നമ്മളെ സമർപ്പിക്കാമോ? ഈ ഉപവാസ പ്രാർത്ഥന അങ്ങനെ ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്കൊന്ന് പോകുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിക്കാമോ? നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ എനിക്ക് ഹല്ലേലൂയ നിന്നിലൊന്ന് വളരണം. എന്റെ അകത്തുള്ള നീ വച്ചിരിക്കുന്ന നിത്യത ഒന്ന് പുറത്ത് പ്രകാശിക്കണം. അതിനുവേണ്ടി ഞാനൊന്ന് ജീവിക്കണം. അതിനായി എന്നെ ഒന്ന് സമർപ്പിക്കുന്ന കർത്താവേ എത്ര പേർ ഈ രാത്രിയിൽ ഒന്ന് സമർപ്പിക്കും?
हालेलुया। आज हमें हालेलुया ये विश्वास होना चाहिए कि हालेलुया जब हम हमारे जीवन को तैयार करेंगे, हालेलुया, तब परमेश्वर हमारे लिए छुटकारा हालेलुया देगा। हालेलुया। प्रभु हमें त्यागने वाला परमेश्वर नहीं है, बीच मार्ग में छोड़ने वाला परमेश्वर नहीं। प्रभु हमारा हालेलुया हर एक दोहाई को, हमारी प्रार्थनाओं को, हमारी अपेक्षाओं को जानने वाला परमेश्वर है। उन सब विषयों में हमें छुटकारा मिलेगा, लेकिन हमें हालेलुया ये जानना जरूरी है कि हम परमेश्वर के सम्मुख कैसे बनना चाहिए, प्रभु को भावता हुआ कैसे अपने जीवन को तैयार करना चाहिए। क्योंकि हालेलुया संसार की हर एक बातें ये हमें याद दिला रही है कि परमेश्वर का आगमन जो है नजदीक है। हालेलुया यीशु मसीह किसी भी समय बादलों में आने वाला है। हालेलुया और उसका चिन्ह हम हालेलुया संसार में हर एक तरफ देख रहे हैं। हालेलुया मसीह विरोधी लोग जो है बढ़ गए। हालेलुया वो लोग हत्या करने के लिए, मारपीट करने के लिए, कोई भी हालेलुया प्रभु जी हालेलुया कोई भी लोग जो है शर्माते नहीं है। हालेलुया वो उतने जोरों से काम कर रहे। अरे ये सब चिन्ह देखते वक्त हालेलुया मसीह के सिर तक हम बढ़ने के लिए तैयार होते हैं क्या? हालेलुया अपने जीवन को तैयार करने के लिए, परमेश्वर का भावता हुआ हालेलुया विश्वास में बढ़ने के लिए, आत्मा के स्तर को बदलने के लिए हम आग्रह करते हैं या नहीं, ये बड़ा सवाल है। നമുക്ക് ഒന്നുകൂടെ ദൈവസന്നിധി നമ്മളെ ഒരുക്കി കാത്തിരിക്കുവാനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. हम കർത്താവിനോട് പറയാം, കർത്താവേ, അനേക സങ്കടങ്ങൾ എനിക്കുണ്ട്, അനേക വേദനകൾ എനിക്കുണ്ട്, അനേക ആവശ്യങ്ങൾ എന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ അടുത്ത സ്റ്റെപ്പ് ഞാൻ എങ്ങനെ വെക്കും എന്നുള്ള ഹല്ലേലൂയ സ്തോത്രം ഭയം എന്റെ അകത്തുണ്ട്. അങ്ങനെയുള്ള ജീവിത കാര്യങ്ങളാൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം വേദനപ്പെട്ടിരിക്കുമ്പോഴും എന്റെ ഉള്ളം നിനക്കായി വാഞ്ചിക്കുന്നു, എന്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്നു. എന്റെ അകത്ത് നീ വെച്ചിരിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അതിനു വേണ്ടി ഒന്ന് ഞാൻ ജീവിക്കുവാൻ. ഹല്ലേലൂയ എവിടെങ്കിലും എന്റെ സ്വഭാവം കൊണ്ടോ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടോ ആ നിത്യത എവിടെയെങ്കിലും മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിൽ നിന്ന് അതൊന്നെടുത്ത് പ്രകാശിപ്പിച്ച് നിന്റെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം ഞാൻ വളർന്ന് നിനക്ക് വേണ്ടി സാക്ഷിയായി ജീവിപ്പാൻ, നിനക്ക് വേണ്ടി ഹല്ലേലൂയ എന്റെ ജീവിതം ഹല്ലേലൂയ പരിപൂർണമായി സമർപ്പിക്കുന്നു എന്ന് ഇന്ന് പകൽകാലം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? हालेलुया आज रात के समय हालेलुया हम हालेलुया मैं जानती हूँ कि हम में से बहुत सारे लोगों को कई जरूरतें हैं। अगला कदम कैसे रखना है, हम में से बहुत सारे लोग जो है घबराते हुए हालेलुया बैठे हुए हैं। हालेलुया हालेलुया अगला कदम क्या रखना है, कैसे रखना है, ये पता नहीं है। हालेलुया बहुत सारी जरूरतों के बीच में आप और मैं बैठे हैं, लेकिन हालेलुया उससे भी बढ़कर हम अपने जीवन को आज परमेश्वर के सम्मुख समर्पण करने के लिए तैयार होना चाहिए कि प्रभु यदि मेरे स्वभाव के द्वारा, मेरे जीवन शैली के द्वारा उस अनंत काल के जीवन को मैंने टुकराया है, तो आज मैं अपने आप को समर्पण करती हूँ, मेरे अपराधों को क्षमा कर कर हालेलुया आपके प्रेम में बढ़ने के लिए, हालेलुया आपके सिर तक बढ़ने के लिए, उस अनंत काल का प्रकाशन जो मेरे भीतर आपने रखा है वो मेरे जीवन की गवाही के द्वारा दूसरों तक पहुंचाने के लिए आप मुझे तैयार करें। ऐसा हम प्रार्थना करें, अपने आप को समर्पण करें। അങ്ങനെ സമർപ്പിക്കുന്നവർക്കായി ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുൻപേ കർത്താവ് ചില വൻ കാര്യങ്ങളെ, ചില അത്ഭുത പ്രവൃത്തികളെ സ്വർഗം ചെയ്യുക തന്നെ ചെയ്യും. പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ വേദനപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ഈ രാത്രി തന്നെ നിങ്ങൾക്ക് മറുപടി അയക്കും. എന്നാൽ നിങ്ങളിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന തലത്തിൽ നിങ്ങൾ ഒന്ന് അവനെ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പ്രിയ അഭിഷിക്ത ദൈവദാസന്മാരോടും പ്രിയ മൈതലിനോടും കൂടെ സഭയോടും കൂടെ ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മളെ ഒന്നാക്കി തീർക്കുവാൻ ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ. 2026 ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിത്യതയുടെ പ്രകാശം പ്രകാശിപ്പിക്കുന്നവരായി തീരുവാൻ സഭയായി എല്ലാവരെയും എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. ആമേൻ, ആമേൻ.
हालेलुया। और हालेलुया, आज भविष्यवाणी के आत्मा में मैं सबसे कहना चाहती हूँ, हालेलुया, यदि हालेलुया आज सुना हुआ वचन के आधार पर हम अपने जीवन में एक बदलावट लेके आने के लिए निर्णय लेते हैं, तो परमेश्वर आज रात के समय हमसे जो है हालेलुया हमारे भविष्य के विषय में हालेलुया हम हालेलुया जिस विषय में दुखी है, प्रयास में है, उस विषय में परमेश्वर हमसे हालेलुया बातें करेंगे। हालेलुया हमारी जरूरतों से बढ़कर, हमारी आवश्यकताओं से बढ़कर, इस संसार की हर एक बातों से बढ़कर जो है हालेलुया परमेश्वर ने हमारे जीवन में छुपा के रखा हुआ अनादि काल का अनंत काल को पहचान कर हालेलुया उसके लिए हालेलुया हम अपने आप को तैयार करते हुए 2026 हालेलुया जीने के लिए तैयार होते हैं, तो परमेश्वर जो है हमारे स्तर को बदलेंगे, हमारे आत्मिक जीवन को बदलेंगे। हालेलुया प्रभु हमें इस्तेमाल करेंगे करके कहते हुए आज रात को अवसर दिया हुआ परमेश्वर के अभिषेक दास हालेलुया दासों को और कलीसिया को और बुलाया हुआ बहन को भी धन्यवाद देते हुए मैं यहाँ पर बैठना चाहती हूँ। परमेश्वर हमें बहुत इससे आशीष करने पाए। आमीन। हालेलुया हालेलुया। थैंक यू सो मच ആൻഡി. ഹാലേലുയ വളരെ ശക്തമായ ഹാലേലുയ ദൈവിക ആലോചന ഹാലേലുയ ഇന്ന് രാത്രികാലം ഹാലേലുയ ദൈവാത്മാവ് ഹാലേലുയ ഓരോരുത്തരോടും സംസാരിച്ചു. ഹാലേലുയ വലിയ നല്ലൊരു സ്ട്രോങ് മെസ്സേജ് ആയി ദൈവം അവിടുന്ന് അയച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തുടർന്ന് ആൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക വേദികളിൽ ദൈവം ഹാലേലുയ ആൻഡിയെ ഉപയോഗിക്കട്ടെ, ഹാലേലുയ അനുഗ്രഹിക്കട്ടെ, കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ഹാലേലുയ അടുത്ത വർഷം ദൈവം ശക്തമായി അടുത്ത തലത്തിൽ ഹാലേലുയ ആൻഡിയെ ഹാലേലുയ പിന്നെ ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ ഹാലേലുയ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കാമെന്ന് ഹാലേലുയ 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 കമ്മിറ്റ് ചെയ്യുന്നു. ഹാലേലുയ ഇന്ന് രാത്രി കാലം ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. ഹാലേലുയ സ്തുതിക്കുന്നു. അല്ല തുടർന്നുള്ള സമയം ഹാലേലുയ देवदासन हालेलुया हैंड ओवर ചെയ്യുകയാണ്. आया सबों को मैं धन्यवाद करती हूँ. कल सुबह भी इसी लिंक में 10:30 बजे हालेलुया मीटिंग होगा और परमेश्वर के हालेलुया एक अभिषेक दासी होगी. हालेलुया हम सभी लोग प्रार्थना समेत जुड़ना. आगे का समय परमेश्वर के अभिषेक दास भी ये जो सब पास्टर के हाथों में देते प्रभु में अनुग्रह करने पाए. പാസ്റ്റർ മ്യൂട്ട് ആണ്. പാസ്റ്റർ ടി കെ അലക്സാണ്ടർ പ്രാർത്ഥിച്ച ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. Praise the Lord. Hallelujah, 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 hallelujah. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അടികളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാം രാത്രിയിൽ അങ്ങയുടെ സെല്ലായി പാർന്നിയാക്കിയതിനാൽ സ്തോത്രം ചെയ്തു. കഴിഞ്ഞ പൽക്കാലം ഞങ്ങളെ അനുഗ്രഹിച്ചു. മാറ്റമില്ലാത്ത വചനം കർത്താവെ അടികളെ ബലപ്പെടുത്തുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തുതിക്കുന്നു. ഈ രാത്രികാലവും കർത്താവെ അങ്ങയുടെ വചനം അടികളുടെ മേൽ പകരുവാൻ ജനങ്ങളെ സഹായിച്ചതിനാലും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ സെൽ അപേക്ഷിക്കുവാൻ, അങ്ങയുടെ സെൽ സമർപ്പിക്കുവാൻ കൊണ്ടും കർത്താവെ നിങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോട് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ, ആത്മാവിൽ ബലപ്പെടുത്തണമേ, ദാസിയെ ബലപ്പെടുത്തണമേ, ധാരാളമായി അനുഗ്രഹിക്കണമേ, ശക്തമായി ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പുതിയ ബലത്തോടെ, പുതിയ ശക്തിയോടെ കർത്താവെ അങ്ങയുടെ സെല്ലായിരിക്കാൻ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും പകരണമേ. കടന്നു വന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ദാസന്മാരെ സഹായിക്കണമേ. എല്ലാ താവേ കുടുംബങ്ങൾക്കാട്ടും സ്തോത്രം ചെയ്യുന്നു. सारे लोगों के लिए हालेलुया प्रार्थना करता हूँ. सबको हालेलुया आपके हाथ में हम समर्पण करके प्रार्थना करता हूँ. गहराई में जाने के लिए वो उधर क्या है प्रेज़ द लॉर्ड, आपकी प्रेम में हमारा जीवन में जो है हालेलुया वो जांच कर प्रेज़ द लॉर्ड हालेलुया प्रभु में दबास करके देखने के लिए और समर्पित करने के लिए प्रभु जी हमको कृपा और अनुग्रह दे, आशीर्वाद दे. आया हुआ सारे भाई बहनों के लिए प्रार्थना करता हूँ, आसमानों के लिए प्रार्थना करता हूँ. भजन से पेश करने के लिए सिस्टर को प्रभु ने मदद किया, इसलिए धन्यवाद प्रभु जी. आने वाला दिन में आपकी महिमा प्राप्त होकर हालेलुया आपकी महिमा में आगे बढ़ने के लिए, पवित्र जीवन दिलाने के लिए, प्रेज़ द लॉर्ड आपकी आगमन के लिए तैयारी में रहने के लिए, विश्वास में भरपूर होकर आगे बढ़ने के लिए कृपा और ताकत दीजिए. एक बार और सबको आपके हाथ में समर्पण करके प्रार्थना करता हूँ. जो हालेलुया जो प्रार्थना में है प्रेज़ द लॉर्ड लोग जरूरतों को
पूरा करके अनुग्रह दे, कृपा दे, चंगाई दे, ताकत दे, बल दे, कृपा में हालेलुया आगे आगे बढ़ने के लिए अनुग्रह और कृपा ताकत दीजिए। जो हालेलुया उल्लासनगर कलीसिया की भाई बहनों को एक बार और आपके हाथ में संपर्क करके प्रार्थना करता हूँ, अनुग्रह दे, कृपा दे। प्रेज़ द लॉर्ड, हालेलुया। आने वाला दिन में कल का भी प्रार्थना, हालेलुया, दिन का, शाम का, हालेलुया, और हालेलुया रविवार का प्रार्थना सब आशीष होने के लिए प्रभु में हालेलुया लोग समर्पित होकर आशीष पाने के लिए कृपा और अनुग्रह दीजिए। प्रेज़ द लॉर्ड, हालेलुया। आपको एक बार और आपके हाथ में समर्पण करके प्रार्थना करता हूँ, प्रभु यीशु मसीह का मीठा नाम से मांगता हूँ, सुनकर कबूल कर, आमीन। आमीन। परमेश्वर का प्रेम, प्रभु यीशु मसीह का कृपा और पवित्र आत्मा का सहभागिता हम सबके साथ हमेशा तक होते रहे, आमीन, आमीन, आमीन। आमीन। प्रेज़ द लॉर्ड, हालेलुया। सबको धन्यवाद, हालेलुया। न्यू इंडिया चर्च ऑफ गॉड का भोपाल का पास्टर साम मैथ्यू, उसका देहांत हो गया है, मंडे उसका फ्यूनरल है, तो परिवार के लिए भी प्रार्थना में याद करिए। ओके पास्टर। आए हुए सभी परमेश्वर के अभिषेक दासों को, दासियों को, सबों को मैं धन्यवाद करना चाहती हूँ। प्रभु सबों को आशीष करे। हाइले सुजना एंडी, थैंक यू सो मच। PA Joseph Pastor Angle, praise the Lord. Alexander Pastor, praise the Lord. Sushil Auntie, praise the Lord. Chitra Auntie, Neelu sister, praise the Lord. Nasreen sister, praise the Lord. Kamlesh brother, praise the Lord. Praise the Lord. Praise the Lord. Varsha sister, praise the Lord. Bindu Auntie, praise the Lord. Kajal Auntie, praise the Lord. सबको प्रेज द लॉर्ड। प्रभु आशीष करे। कल सुबह मिलते 10:30 बजे इसी लिंक में। प्रेज़ द लॉर्ड। एडी क्या बोले क्या? Good night, everyone. God bless you all.